അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമുക്ക് നൽകിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളിൽ അവൻ നമ്മോട് കാണിച്ചിട്ടുള്ള കാരുണ്യങ്ങളിൽപ്പെട്ടതാണ് ചെറുതും വലുതുമായ തിന്മകൾ, തെറ്റുകൾ, പാപങ്ങൾ ഏതാണ്, അതിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ അവസ്ഥകൾ, അതിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ, കാരണങ്ങൾ, ഇതിനെ സംബന്ധിച്ച് ശക്തമായ താക്കീത്, മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും നൽകി എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഓരോന്നും ഈ കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത്, ഉണർത്തിയത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി ചോദിച്ചത്, അതിൻ്റെ മറുപടികളെ സാഗൂതം ശ്രദ്ധിച്ചത് ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കും. എന്തുമാത്രം വലിയ അനുഗ്രഹങ്ങളുടെ, സൗഭാഗ്യങ്ങളുടെ നടുവിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന് എപ്പോഴും ഓർക്കേണ്ടതും ധാരാളമായി ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരുമാണ്. ഇങ്ങനെയൊക്കെയായിട്ടും പല തെറ്റുകൾക്കും കൊടിപിടിക്കുന്ന, കൈയടിച്ചു കൊടുക്കുന്ന, വാതോരാതെ ആ തെറ്റുകളുടെ വളർച്ചയ്ക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന, പല മേഖലകളിലും ഇടപെടുന്ന, പല പ്രായങ്ങളിലുമുള്ള ആളുകളെ കാണാൻ നമുക്ക് സാധിക്കുന്നു. സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ എല്ലാം അപകടം? എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം ഇടപെടലുകൾ എന്ന് നന്നായി നാം ആലോചിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പ്രത്യേകമായി പറഞ്ഞ ഒരു വാക്ക്, മൻ ഹന്ന അബ്ദൻ ബിമഅസിയ്യ, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ധിക്കാരത്തിൽ മുഴുകി മുന്നോട്ടു പോകുന്ന ഒരാളെ പ്രശംസിക്കാൻ, അയാളെ പുകഴ്ത്താൻ ഒരാൾ തയ്യാറായാൽ, വബിദ്അ, അല്ലെങ്കിൽ പുത്തനാചാരങ്ങൾ ചെയ്തു പോകുന്ന ഒരാളെ ആ കാര്യത്തിൽ പ്രശംസിക്കാൻ, പുകഴ്ത്താൻ തയ്യാറായാൽ, വകുഫർ, അവിശ്വാസത്തിലൂടെ, നിഷേധ പ്രവർത്തനങ്ങളിലൂടെ പോകുന്ന ആളുകളെ അതിൻ്റെ പേരിൽ പുകഴ്ത്താനും പ്രശംസിക്കാനുമൊക്കെ തയ്യാറായാൽ, ഖത്തഅറള ലിമഖ്തില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ കോപം, അതേപോലെ തന്നെ വസുഖ്തിഹി, അള്ളാഹുവിൻ്റെ ശാപം, മഖ്ത്ത് കോപം, അതുപോലെ തന്നെ സുഖ്ത് ശാപം അള്ളാഹുവിന് ഉണ്ടാകും, അള്ളാഹുവിൻ്റെത് ഉണ്ടാകും എന്നാണ്. ഇതിനെ നമ്മൾ പേടിച്ചേ മതിയാകൂ. നമ്മുടെ ജീവിതയാത്രയിൽ ഇത്തരം കാര്യങ്ങൾക്ക് കുടപിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നവരാകാതിരിക്കാൻ പേടിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ കൊതിക്കുക, പരലോക വിജയം ആഗ്രഹിക്കുക, വിശ്വാസികൾക്ക് വേണ്ടി കരുത്ത് നൽകി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വിശ്വാസത്തെ സഹായിച്ച് മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.